ഇന്നുണ്ടല്ലോ ഒരു സെൻറ്റാങ്കിൾ ആർട്ട് ട്രൈ ചെയ്താലോ? സെൻറ്റാങ്കിൾ ആർട്ട് എന്ന് ആദ്യമായിട്ട് കേൾക്കുവാണെങ്കിൽ ഞാനും ആദ്യമായിട്ടായിരുന്നു കേട്ടത്. നമ്മൾ ഓരോ ലൈൻസും ക്യൂബ്സും ഡോട്ടും പാറ്റേണും ഒക്കെ ഇട്ടിട്ട് വരയ്ക്കുന്ന ഒരു ആർട്ട് വർക്കാണ് സെൻറ്റാങ്കിൾ ആർട്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് ഓർത്തു. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ആ ടൈമിൽ സ്കെച്ച് പെന്നോ മാർക്കറോ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ബ്രഷ് പെന്ന് യൂസ് ചെയ്യുന്നത്. ബ്രഷ് പെന്നിൻ്റെ പ്രത്യേകത അതിൻ്റെ ടിപ്പ് വന്നിട്ട് ബ്രഷ് ആയിരിക്കും, നമ്മുടെ പേന പോലെ മാർക്കർ പോലെ നിബ്ബല്ലായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏത് വേണേലും യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു ക്രോസ് ആയിട്ടുള്ളൊരു ലൈൻസ് ഇട്ട് കൊടുക്കുക, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന സ്പേസിൽ കൂടെ എല്ലാം ലൈൻസ് ഇട്ട് കൊടുക്കുക. അപ്പം നടുക്ക് വരുന്ന ഭാഗം നമ്മുടെ സെൻറ്ററിലാക്കിയിട്ട് വേണം ലൈൻസ് ഇട്ട് കൊടുക്കാൻ. ലൈൻസ് വളഞ്ഞാലോ ഒന്നും കുഴപ്പമില്ല, പക്ഷെ ഒരു സെൻറ്റർ നമ്മൾ കീപ്പ് ചെയ്ത് വേണം ലൈൻസ് ഇടാനായിട്ട്. ഇപ്പം ഞാൻ അത്യാവശ്യം സ്പേസ് ഉള്ള കൂടെ എല്ലാം ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആർട്ട് വർക്ക് തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ താഴത്തുനിന്ന് ഓരോ ലൈൻസിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ താഴത്തുനിന്ന് ലൈൻസ് ഇട്ടിട്ട് മേളിലോട്ട് ലൈൻസ് ആക്കി കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ലൈൻസിലും ഈ ഒരു നമ്മൾ വരയ്ക്കുന്ന ലൈൻസ് മറ്റേ രണ്ട് ലൈൻസിലും ടച്ച് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ താഴത്തുനിന്ന് വരച്ചു വരുന്ന ലൈൻസിന് വണ്ണം കുറഞ്ഞിട്ടും മേളിലോട്ട് വരുന്നത് വിഡ്ത്ത് കൂടിയിട്ടും ആയിരിക്കണം. എന്ന് വെച്ചാൽ താഴെ വരയ്ക്കുന്ന ലൈൻസ് കൺജസ്റ്റഡ് ആയിട്ട് തോന്നുന്ന പോലെ വേണം നമ്മൾ വരച്ചു പോകാനായിട്ട്. അപ്പം നമ്മൾ ഏകദേശം പകുതി ആയപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്താ നമ്മൾ വരയ്ക്കാൻ പോകുന്നതെന്ന്. ഇത് ആക്ച്വലി ഒരു 3D ഇലൂസ്ട്രേഷൻ പോലെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഭയങ്കര എളുപ്പമാണ്. അത് ആർട്ട് വർക്ക് അറിയണമെന്നില്ല, ബിഗിനേഴ്സിന് വരയ്ക്കാം, ആർക്ക് വേണമെങ്കിലും വരയ്ക്കാം. ഭയങ്കര ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു ആർട്ട് വർക്കാണ്. ഈ ഒരു ആർട്ട് വർക്ക് വരച്ച് നിങ്ങൾക്ക് വാൾ പോസ്റ്റേഴ്സായിട്ടോ അങ്ങനെ എങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വരച്ച് വരുമ്പോൾ കിട്ടുന്നത്. അപ്പം ഞാൻ ഇവിടം വരെ വരച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതുപോലെ പല പാറ്റേണിൽ സെൻറ്റാങ്കിൾ ആർട്ട് ചെയ്യാൻ പറ്റും. ഡോട്ട്സ് ഇട്ടും ക്യൂബ് ഇട്ടും ഗ്രിഡ് ഇട്ടും അങ്ങനെ പല ടൈപ്പിൽ ഇത് ചെയ്യാൻ പറ്റും. മോസ്റ്റ്ലി ബ്ലാക്ക് കളറും കൊണ്ടാണ് വരയ്ക്കുന്നത്. ബ്ലാക്ക് കളർ അല്ലാതെയും നമുക്ക് കളറേഷൻ യൂസ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ കമൻസിൽ കൂടെയോ പറയാം, നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സജഷൻസും കമൻസിൽ പറയാം. ഇതല്ലാതെ എന്തെങ്കിലും ഐഡിയാസോ ആരെങ്കിലും വരയ്ക്കണമെങ്കിലോ അങ്ങനെ ഉണ്ടെങ്കിലും കമൻസിൽ കൂടെ പറയാം. അപ്പം ഇങ്ങനെ നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ഇടയ്ക്ക് നമ്മൾ ജോയിൻ ചെയ്യാതെ പോയ സ്ഥലമൊക്കെ ഒന്ന് ഡാർക്കൻ ആക്കി കൊടുക്കുന്നുണ്ട്. അത് ഡാർക്കൻ ആക്കി കൊടുക്കുമ്പോൾ ഒരു 3D ഇഫക്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്യുക. ഏറ്റവും എൻഡിങ് വരുമ്പം ജോയിൻ ആകാത്ത സ്ഥലമൊക്കെ ഒന്ന് ഡാർക്കൻ ആക്കി കൊടുക്കുക ഇതുപോലെ. അപ്പം ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ് കേട്ടോ. ബൈ.